ബാഗ്ദാദിലെ മൂന്ന് സുന്ദരികളും ചുമട്ടുകാരും. സ്വാഗതം സുഹൃത്തുക്കളെ, 5001 രാത്രികളുടെ മായാലോകത്തേക്ക് വീണ്ടും. പ്രണയം, രഹസ്യം, പരിഹാസം, പേടി, മായാജാലം എല്ലാം കലർന്ന ഒരു ദുരൂഹവും മനോഹരവുമായ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബാഗ്ദാദിൽ ഒരിക്കൽ ഒരു ദരിദ്രനായ ചുമട്ടുകാരൻ ജീവിച്ചിരുന്നു. ദിവസവും അവൻ മാർക്കറ്റുകളിലും വഴികളിലും ചുമടുകൾ വഹിച്ച് ചെറിയ വരുമാനം നേടി. എന്നാൽ അവന്റെ ഹൃദയം നന്മ നിറഞ്ഞതും മുഖം സന്തോഷം നിറഞ്ഞതും ജീവിതം പ്രതീക്ഷകളോടെ മുന്നോട്ടു പോകുന്നതുമായിരുന്നു. ഒരു ദിവസം രാവിലെ വിഷയങ്ങളെല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. ഒരു അത്യന്തം സുന്ദരിയായ യുവതി ചുമട്ടുകാരന്റെ അടുത്തെത്തി. എന്നിട്ട് അവനോടായി ചോദിച്ചു, എന്റെ സാധനങ്ങൾ ചുമന്ന് വീട്ടിൽ എത്തിക്കാമോ? അയാൾ അവളെ കണ്ട മാത്രയിൽ ഞെട്ടിപ്പോയി. അവളുടെ സൗന്ദര്യം പകൽ സൂര്യനെയും ലജ്ജിപ്പിക്കുന്നതായിരുന്നു. അവൾ അവനോട് തന്റെ മൃദുവായ സ്വരത്തിൽ വീണ്ടും പറഞ്ഞു, എന്നെ അമീറ എന്ന് വിളിക്കാം. അവൻ ഉടനെ സമ്മതിച്ചു. യുവതി അവനെ പല കടകളിലേക്കും കൊണ്ടുപോയി. സുഗന്ധവ്യഞ്ജനങ്ങൾ, വിലയേറിയ വീഞ്ഞ്, അപൂർവ പഴങ്ങൾ, സംശയം തോന്നിക്കുന്നൊരു ലോക്ക്ഡ് പെട്ടി, എണ്ണ പൂശിയ ഒരു വലിയ ചാക്ക്, അങ്ങനെ അവൾ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. ഓരോ സാധനം വാങ്ങുമ്പോഴും ചുമട്ടുകാരൻ അമ്പരന്നു. ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിവുള്ള ഈ സുന്ദരി ആരായിരിക്കും? അവന്റെ ആലോചന കണ്ട അവൾ ചിരിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് പണം കിട്ടും. അവസാനം അവർ എത്തിയതൊരു അത്യാഡംബര വീട്ടിലേക്കായിരുന്നു. ചുമട്ടുകാരൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അതൊരു രാജകൊട്ടാരം പോലെ കാഴ്ചയിൽ തോന്നിച്ചു. മനോഹരമായ പണിപ്പുരകൾ, വെള്ളിമേടുകൾ, പൂന്തോട്ടം, എല്ലാം അത്ഭുതം നിറഞ്ഞത്. കതക് തുറന്നപ്പോൾ മറ്റു രണ്ട് സുന്ദരികൾ കൂടി പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അതീവ മനോഹരികൾ. ചുമട്ടുകാരനെ കണ്ടപ്പോൾ അവർ സന്തോഷപൂർവ്വം പറഞ്ഞു, സ്വാഗതം, ഇന്ന് താങ്കൾ ഞങ്ങളുടെ മാന്യ അതിഥിയാണ്. ദയവായി ഇവിടെ കഴിയണം. അയാൾ അമ്പരന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല, കൊട്ടാര സമാനമായ ഒരു വീട്ടിൽ താൻ ഇന്ന് അതിഥിയാണത്രേ. 3 യുവതികളും കൂടെ ജീവിക്കുന്നവർ. ആ വീട്ടിൽ പുരുഷന്മാരൊന്നുമില്ല. 100 കണക്കിന് വിളക്കുകൾ, സുന്ദരമായ മുറികൾ, എപ്പോഴും മൃദുവായ സംഗീതം. അവർ ചുമട്ടുകാരനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക രാത്രിയാണ്. താങ്കൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണം. മേശയിൽ വിലയേറിയ പഴങ്ങൾ, സ്വർണ്ണ കിണ്ണങ്ങൾ, മധുരപാനങ്ങൾ എന്നിവ വെച്ചിരുന്നു. അയാളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ആഡംബരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്താഴം കഴിഞ്ഞ് വൈകുന്നേരം കടന്നപ്പോൾ 3 യുവതികളും നൃത്തം ചെയ്യാൻ തുടങ്ങി. ചുമട്ടുകാരനോട് അവർ പറഞ്ഞു, പാടുക, ഞങ്ങളും പാടാം, ആനന്ദിക്കും. രാത്രി മുഴുവൻ ചിരിയും സംഗീതവും. ചുമട്ടുകാരന് സ്വപ്നം പോലെ തോന്നി. പക്ഷെ അപ്പോഴാണ് യുവതികളിൽ ഒരാൾ പറഞ്ഞത്, ഒരു കാര്യം ഓർക്കണം, വീട്ടിലെ ചില ഭാഗങ്ങളിൽ താങ്കൾ പോകാൻ പാടില്ല. ചുമട്ടുകാരൻ തിരികെ ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇവിടുത്തെ നിയമമാണ്, താങ്കൾ ദയവായി അനുസരിക്കണം. അയാളുടെ മനസ്സിൽ ആകെ സംശയമായി. വീട്ടിലെ 3 വാതിലുകൾ ഇരുമ്പ് കൊണ്ട് പൂട്ടിയിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ 3 യുവതികളും പെട്ടെന്ന് ഗൗരവക്കാരായി. അവർ ഒരു വലിയ പെട്ടി തുറന്നു. അതിനുള്ളിൽ ഒരു തടിയനായ, ചങ്ങല കൊണ്ട് ബന്ധിച്ച ഒരു കറുത്ത തടിച്ച മനുഷ്യൻ. അവൻ നിലവിളിച്ചു, എന്നെ വിട്ടേക്കൂ, എനിക്ക് കൂടുതൽ ശിക്ഷ വേണ്ട. യുവതികൾ അവനെ അടിച്ചു. നദിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ട് കുളിപ്പിച്ചു. അവന്റെ ശരീരത്തിൽ എണ്ണ ഒഴിച്ചു. ചുമട്ടുകാരൻ വിറച്ചു. ഇവരാണോ ഞാൻ കണ്ട സുന്ദരികൾ? ഈ ക്രൂരമായ ശിക്ഷ എന്തിനാണ്? ആ കറുത്ത മനുഷ്യൻ അവരുടെ ദാസനായിരുന്നു. അയാൾ കരയാൻ തുടങ്ങി. ഒപ്പം ആ 3 സുന്ദരികളും കരയാൻ തുടങ്ങി. അവരുടെ കണ്ണുനീർ നിർത്താതെ വീണു. ചുമട്ടുകാരൻ ആശ്ചര്യപ്പെട്ടു. എന്താണ് ഈ രഹസ്യം? സുന്ദരികളിൽ ഒരാൾ മുന്നറിയിപ്പായി പറഞ്ഞു, ചുമട്ടുകാരൻ, താങ്കൾ ഇവയെക്കുറിച്ച് ചോദിക്കരുത്. ചോദിച്ചാൽ നീയും ഞങ്ങളും നശിക്കും. അയാൾ ഭീതിയിൽ നിശബ്ദനായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.
ബാക്കി കഥ അടുത്ത ഭാഗത്തിൽ.